ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ഉപവാസത്തിന്റെയും മാത്രമല്ല, സ്വയം തിരിച്ചറിയാനും മറ്റുള്ളവരുടെ നിലവിളി കേൾക്കുവാനും അപരന് നേരെ മുഖം തിരിക്കാതെ അവരെ ഉൾക്കൊള്ളുവാനും ചേർത്ത് നിർത്തുവാനും സാധിക്കുന്നതാവട്ടെ ഈ വലിയ നോമ്പിലെ ദിനങ്ങൾ. ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ അതിജീവനത്തിന് ഉതകുന്നതാകണം. ക്രിസ്തുവിനെ ദർശിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന, രൂപപ്പെടലും രൂപാന്തരവും പ്രാപിക്കുന്ന ദൈവ സാന്നിധ്യവും കൃപകളും പങ്കുവയ്ക്കുവാനുള്ള അവസരമായിരിക്കണം ഓരോ നോമ്പുകളും. ഇന്ന് നോമ്പിലെ ആദ്യ ദിവസമായ പേത്രത്ത, തിരിഞ്ഞുനോട്ടം എന്നാണ് അർത്ഥം. പിന്നിട്ട നാളുകളിലേക്കുള്ള വെറും തിരിഞ്ഞുനോട്ടമല്ല, മറിച്ച് ദൈവത്തോട് ചേർന്ന് കുറവുകളെ മനസ്സിലാക്കി രൂപാന്തരത്തിന്റെയും ആത്മീയ പുതുക്കത്തിന്റെയും അനുഭവത്തിലേക്കുള്ള കടന്നുവരവാകണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗമാണ് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായുള്ളത്. കാനാവിലെ ഒരു വീട്ടിലെ വിവാഹ വിരുന്നിന്റെ വലിയൊരു ആഘോഷമാണ് ഇവിടെ കാണുന്നത്. ഏകദേശം 7 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് യഹൂദ വിവാഹ വിരുന്നിലുള്ളത്. ഇങ്ങനെയുള്ള സന്തോഷത്തിന്റെ വേളയിൽ ഒരു വലിയ കുറവ് ആ ഭവനത്തിലുണ്ടായി. വീഞ്ഞ് പോരാതെ വരുന്ന അവസ്ഥ. യഹൂദ വിരുന്നിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് വീഞ്ഞ്. സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യമുണ്ടായിരുന്നു വീഞ്ഞിന്. ഈ പശ്ചാത്തലത്തിൽ ഇതൊരു അപമാനത്തിന്റെയും ലജ്ജയുടെയും വിഷയമാണ്. അതുവരെയുള്ള ആനന്ദവും ഉല്ലാസവും എല്ലാം നഷ്ടമാകുന്ന അവസ്ഥ. അതവരുടെ ചിന്തകൾക്ക് അതീതമാണ്. സമൂഹത്തിന് മുൻപിൽ ആ വീട്ടുകാർ തലകുനിക്കേണ്ടി വരുന്ന സാഹചര്യം മനസ്സിലാക്കിയ മറിയ യേശുവിനെ സമീപിക്കുക മാത്രമല്ല, ശുശ്രൂഷക്കാരോട് യേശുവിന്റെ വാക്കുകളെ അനുസരിക്കാനും പറയുന്നുണ്ട്. മതാചാരപ്രകാരം അംഗശുദ്ധി വരുത്തുവാൻ പുറത്ത് വെള്ളം നിറച്ചു വെക്കുന്ന 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനുള്ള കർത്താവിന്റെ ആഹ്വാനം ആ ശുശ്രൂഷക്കാർ ചോദ്യം ചെയ്യാതെ അനുസരിച്ചപ്പോൾ ഒരു വലിയ അത്ഭുതം നടക്കുന്നു. യോഹന്നാൻ അതിനെ അടയാളങ്ങളുടെ ആരംഭം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രൂപാന്തരത്തിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെയുള്ളത്. സാധാരണയായി വീഞ്ഞ് രൂപപ്പെടാൻ കുറെ കാലതാമസവും പ്രയത്നവും ആവശ്യമാണ്. എന്നാൽ ഇവിടെ യേശുവിന്റെ സാന്നിധ്യം ഒരു വലിയ രൂപാന്തരത്തിന് കാരണമാകുന്നു. പ്രത്യേക രുചിയോ നിറമോ സുഗന്ധമോ ഒന്നുമില്ലാത്ത പച്ചവെള്ളം നിറവും രുചിയും തുടങ്ങി പലവിധ ഘടകങ്ങളടങ്ങിയ വീഞ്ഞായും, വീടിന് പുറത്ത് ഒരുപക്ഷെ കാലങ്ങളായി വെയിലും മഴയുമേറ്റ് നിറം മങ്ങി പായൽ പിടിച്ചിരുന്ന കൽഭരണികൾ വിരുന്നുമേശയിലേക്കുള്ള നല്ല വീഞ്ഞു നിറച്ച പാനപാത്രവുമായി രൂപാന്തരപ്പെട്ടു. ആ വീടിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി പ്രവർത്തിച്ച മറിയയും യേശുവിനെ അനുസരിച്ച ശുശ്രൂഷക്കാരും ഈ രൂപാന്തരത്തിന് മുഖാന്തരവും സാക്ഷികളുമായി. യാതൊരു പ്രത്യേകതയും ഇല്ലെന്ന് കരുതുന്ന ജീവിതങ്ങൾ പോലും ക്രിസ്തു സാന്നിധ്യത്തിൽ ഉത്തമമായ വീഞ്ഞു പോലെ ആഘോഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നതിന്റെ സൂചനയായി കാനാവിലെ കല്യാണ വിരുന്നിനെ കാണാനാവും. ഇവിടെ അപമാനവും ലജ്ജയും സന്തോഷമായും, കുറവ് നിറവായും, സാധാരണ ജീവിതത്തെ അസാധാരണമായും, വിശ്വാസത്തെ സാക്ഷ്യമായും മാറ്റുന്ന കർത്താവിനെ കാണുന്നു. യേശുവിനെ യഥാർത്ഥമായി ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും അവൻ രൂപാന്തരപ്പെടുത്തുന്നു. ക്രിസ്തുവിനെ പിൻപറ്റുന്നവരും നോമ്പ് നോൽക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ് എന്ന് അഭിമാനിക്കുമ്പോഴും നമ്മുടെ രൂപാന്തരം പൂർണ്ണതയുള്ളതാണോ? പുറമേയുള്ള പ്രകടനങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളുമാണോ നമ്മുടേതും? നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അപരനെ രൂപാന്തരപ്പെടുത്തുന്ന തരത്തിലുള്ളതാണോ? ക്രിസ്തു സാന്നിധ്യം ആ ഭവനത്തിലെ കുറവിനെ നിറവാക്കിയെങ്കിൽ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹകരമായി തീരാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു സഭാ ശുശ്രൂഷകനെ ഓർമ്മ വരുന്നു. പ്രാർത്ഥനയിൽ അഗ്രഗണ്യൻ, വിനയവും താഴ്മയും നിറഞ്ഞ സംസാരം. പക്ഷേ തന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് സാമ്പത്തിക പ്രയാസം മൂലം കറണ്ട് ബില്ലടയ്ക്കാൻ അല്പ ദിവസത്തെ സാവകാശം ചോദിച്ചപ്പോൾ അവനെ ക്രൂരമായ വാക്കുകൾ പറയാനും കെട്ടിയിടാനും അവന്റെ വാഹനം പിടിച്ചു വെക്കാനുമൊക്കെ ആ ദേവദാസൻ തയ്യാറായത്രേ. സഭയും സ്കൂളും എല്ലാം നടത്തുന്ന, അനേകർക്ക് വചനം വിഭാഗിച്ചു കൊടുക്കുന്ന, ക്രിസ്തുവിലൂടെയുള്ള രൂപാന്തരം പ്രസംഗിക്കുന്ന മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് യത്നിക്കുമ്പോൾ അകമേയുള്ള മനുഷ്യൻ രൂപാന്തരം പ്രാപിക്കാതെ നശിച്ചു പോകുന്നു എന്നത് അയാൾ മറന്നുപോയി. സക്കായിയുടെ ജീവിതത്തിൽ
ഭവനത്തിൽ യേശു കടന്നു വന്നപ്പോൾ അവന് രൂപാന്തരം ഉണ്ടായതായി തിരുവചനത്തിൽ നാം വായിക്കുന്നു. പാപം പശ്ചാത്താപമായും നിരാശ പ്രത്യാശയായും ഒക്കെ മാറുകയാണ് ഇവിടെ. എന്നാൽ ഇസ്കര്യോത്ത യൂദ ഗുരുവിന്റെ കൂടെ നടന്ന ശിഷ്യനാണ്. പുതുക്കപ്പെടാനും നന്മയുടെ വക്താവാകാനുമൊക്കെയുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടായിട്ടും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ അവന് സാധിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും ലജ്ജയുടെയും അപമാനത്തിന്റെയും സാഹചര്യങ്ങളും കടന്നു വരാം. തകർന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. കുറവ് അവസാനമാണ്, നീ തീർന്നു എന്ന് ലോകം പറയുന്നിടത്ത് ഇനി പുതിയൊരു തുടക്കമുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. അവനു വേണ്ടി ഹൃദയവാതിലുകൾ തുറന്നു കൊടുക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ കുറവുകളും നിറവാക്കി തീർക്കും. നമ്മുടെ ജീവിതത്തെ, ബന്ധങ്ങളെ, സാഹചര്യങ്ങളെ അങ്ങനെ പരിപൂർണമായ രൂപാന്തരത്തിലേക്ക് അവൻ നമ്മെ നയിക്കും. വീഞ്ഞ് രുചി നോക്കിയ വിരുന്നുവാഴി അതിശയിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവരെ അതിശയിപ്പിക്കും വിധം അസാധാരണമായി തീരും, സാക്ഷ്യമായി തീരും. അതോടൊപ്പം അനേകരെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാനും ഇന്ന് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർ, അപമാനിതരായി ആത്മഹത്യയിലേക്ക് പോകുന്നവർ, ഒന്നിനും പോരാത്തവരാണ് എന്ന ചിന്തയുള്ളവർ തുടങ്ങി നിരാശരായ അനേകർ നമ്മുടെ ഭവനങ്ങളിലും ചുറ്റുപാടുകളിലും സമൂഹത്തിലുമുണ്ട്. അവർക്ക് ഒരു കൈത്താങ്ങാകുവാൻ, സാന്ത്വനമാകുവാൻ, നിറമുള്ള ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ നോമ്പുകൾ അർത്ഥവത്തായി തീരും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതേ പ്രിയരെ, നമ്മുടെ ജീവിത വിരുന്നുകളിൽ കർത്താവിനൊരു സ്ഥാനം കൊടുക്കാം. വെറും കൽപാത്രമായ എന്നെയും വിശിഷ്ടമായ വീഞ്ഞു തുളുമ്പുന്ന കാസയാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരുസാന്നിധ്യത്താൽ രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കണമേ. ആമേൻ.